ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സത്യം പറയാല, ഞാനിത് 5ാമത്തെ പ്രാവശ്യം ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. എന്തൊക്കെയോ എൻ്റെ അടുത്ത് കോള് വന്ന്, പിന്നെ പുറത്തുനിന്ന് വണ്ടി പോകുന്ന സൗണ്ട്, പിന്നെ നോക്കുമ്പോൾ കാക്ക ഇരുന്ന് കരയുക കേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് നോക്കുമ്പോൾ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. അപ്പോൾ ഒരു 3 മിനിറ്റോളം, 3 മിനിറ്റ് അല്ലാന്ന് തോന്നുന്നു, അതിലും കുറച്ച് കുറവ് സമയം ഞാൻ ഇരുന്ന് ചറവറ പറഞ്ഞപ്പോൾ ഫോൺ താനെ തന്നെ ഓഫാകുന്നു. അന്നേരം ഞാൻ കണ്ടത് ക്യാമറ ഓണാക്കിയിട്ടില്ല എന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളെ റെക്കോർഡർ ഓണാണ്, ക്യാമറ ഓണാണ്. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങി, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ എഴുതി തുടങ്ങിയ സമയത്തായിരുന്നു പെട്ടെന്ന് എനിക്കൊരു ചിന്ത വന്നത്, എന്തുകൊണ്ട് ബിസിനസ് തുടങ്ങിക്കൂടാന്നുള്ളത്. അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് മെയിനായിട്ട് ഞാൻ മൈൻഡിൽ വന്ന ഒരു കാര്യം എനിക്ക് ക്ലോത്തിങ് തന്നെ തുടങ്ങാമെന്നാണ്. കാരണം ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും എന്തായാലും ഒരു ദിവസം വാങ്ങുന്നൊരു സാധനമാണ് നമ്മളെ ഈ ക്ലോത്തിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് പൈസയാണല്ലോ അല്ലേ. പലരും പറയുന്നേക്കാം ബിസിനസ് തുടങ്ങാൻ പൈസേൻ്റെ ആവശ്യമില്ല എന്ന്. പക്ഷേ ഞാൻ ചിന്തിക്കുമ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു എമൗണ്ട് ഇല്ലാതെ നമുക്കൊരിക്കലും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങാനോ ഒന്നും സാധിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ പൈസ വന്നിരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു സമയം തന്നെ ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വർക്ക് ഫ്രം ഹോം ആയിട്ട് മാഗ്നസ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെ പ്രൊഡക്ട്സൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ഏണിങ്സ് വഴിയാണ് ഞാനൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചത്. കാരണം പഠിച്ചതിൽ വേറെ ജോലിയൊന്നും കിട്ടുന്നില്ല, അപ്പോൾ ഇതെങ്കിലും അങ്ങ് നടക്കട്ടെ എന്ന് കരുതി. അപ്പം ജസ്റ്റ് ഞാൻ ആദ്യം തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ നോർമൽ കുർത്തികളില്ലേ, അത് മാത്രം സെയിൽ ചെയ്യാമെന്നായിരുന്നു. അപ്പം പിന്നെ ചിന്തിച്ചത് ഇതൊക്കെ എവിടെ നിന്ന് എടുക്കും എന്നുള്ളതാണ്. അപ്പം എവിടെ നിന്ന് എടുക്കും എന്നുള്ള ചിന്ത വന്നപ്പോൾ ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എനിക്കറിയാം കണ്ണൂർ ഇതുപോലെ ഹോൾസെയിൽ കടകളുണ്ട് എന്ന്. നമ്മളിവിടെ തലശ്ശേരി ഒന്നും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അത്രയും അറിയില്ല കേട്ടോ. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. ഒരു ഹോൾസെയിൽ കണ്ടു, അത് പക്ഷേ അത് ഫാബ്രിക്സിൻ്റെതാണ്, റെഡിമെയ്ഡിൻ്റെതല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ കണ്ണൂരുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ നമ്മളെ ശരത്തേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ശരത്തേട്ടൻ അവിടെ കണ്ണൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നാൽ പിന്നെ ഒന്ന് പോയിട്ട് നോക്കാൻ പറ്റും, നമ്മൾ മിനിമം എത്ര രൂപയൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെ ചില സ്ഥലത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കണ്ടത്, മിനിമം ഒരു സ്ഥലത്തുനിന്ന് ഇത്ര പീസ് ഒരു 10,000-നുള്ളിൽ എന്തായാലും, ഒന്നുമില്ലെങ്കിൽ മിനിമം 10,000 രൂപക്കെങ്കിലും നമ്മൾ എടുക്കാം എന്നൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ നമ്മൾ കടകളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട്, മീൻസ് മെറ്റീരിയൽ ഏതാ ഫാബ്രിക് ഏതാ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ശരത്തേട്ടനോട് പറഞ്ഞപ്പോൾ നമ്മുടെ കണ്ണൂർ കാൽടെക്സ് അല്ല, നമ്മളെ പ്രഭാത് ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഒരുപാട് ഹോൾസെയിൽ കടകൾ കാണാൻ പറ്റും. അതിൽ ചില കടകൾ ഈ കടകളിലേക്ക് മാത്രം, റീറ്റെയിൽ ഷോപ്പുകാർക്ക് മാത്രം കൊടുക്കുന്നതാണ്. പക്ഷേ ചിലതൊക്കെ നമ്മളെപ്പോലെയുള്ളവർക്കും അത്യാവശ്യം എമൗണ്ട് കൊടുത്താൽ തരുന്നവരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് അവിടേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ശിഖേച്ചിനെയും കൂട്ടിയിട്ടായിരുന്നു പോവാറ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡ് ഞാൻ നോക്കിയിട്ടില്ല. അതുകൂടാതെ തന്നെ ഞാൻ നോക്കാത്ത വേറൊരു കാര്യം, എൻ്റെ കയ്യിലുള്ള എമൗണ്ട് ആ ചുരുങ്ങിയ എമൗണ്ടിൽ എടുക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഞാൻ പോയി എടുക്കുമ്പോൾ തന്നെ അതിൽ കൂടുതൽ എമൗണ്ട് കയ്യിൽ നിന്ന് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പം തന്നെ ഇത്തിരി പൈസ ഇട്ടിട്ട് തുടങ്ങാം, പറ്റുമെങ്കിൽ ഇത്തിരി പൈസ ഇട്ടിട്ട് തുടങ്ങാം. അതിൽ തന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ളത് എടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഞാൻ ആദ്യം എടുത്ത ആ ഒരു സ്റ്റോക്ക് പോകാൻ ഞാൻ നല്ലതുപോലെ വേർത്തിട്ടുണ്ടായിരുന്നു. കയ്യിലുള്ള പൈസ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ചിന്ത നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. പിന്നൊരു കാര്യം, നമുക്ക് നല്ല ക്ഷമ വേണം. ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷൻ പിടിച്ച കളിയാണ്. അപ്പം നല്ല ക്ഷമയുണ്ടായാൽ മാത്രമേ സാധനങ്ങളും വിറ്റ് തീർന്നവരെ നമുക്ക് സമാധാനം ഉണ്ടാകും. ഈവൻ ഇപ്പോൾ ആയാൽ പോലും ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ തീർന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. അയ്യോ കയ്യിലുള്ള പൈസ പോയല്ലോ. പക്ഷേ എടുക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിലൊരു കാര്യം ഉണ്ടാകും, ഇതെന്തായാലും വിറ്റ് തീരും എന്നുള്ളത്. അതൊക്കെ ഇപ്പോൾ വന്ന മൈൻഡാണ്. ആ തുടക്ക സമയത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെയ്ത വേറൊരു മണ്ടത്തരം എന്ന് പറയുന്നത്, നമ്മൾക്ക് കടയിൽ പോയ സമയത്ത് തന്നെ ഏറ്റവും വില കുറഞ്ഞ സാധനം, അത് നോക്കി നമ്മൾ എടുക്കും. അപ്പോൾ വില കുറഞ്ഞ സാധനം നോക്കി നമ്മൾ എടുക്കുമ്പം ഇതൊരു ഇത്ര പൈസക്ക് നമുക്ക് സെയിൽ ചെയ്യാന്നുള്ള ധാരണയും ഉണ്ടാകും.
പക്ഷേ ആ ഒരു സാധനം ആർക്കും വേണ്ടി വരില്ല കേട്ടോ. അതാണ് അതിൻ്റെ വേറൊരു സത്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു കടയിൽ കയറിയിട്ട് തന്നെ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പാടില്ല. കാരണം അതിലും നല്ലതും അതിലും വില കുറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ഷോപ്പുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കടകളിൽ പോയിട്ട് സമയമെടുത്തിട്ട് എനിക്കെല്ലാം വെച്ചാൽ റിക്ക് അന്നേരം ചേർത്തല്ല. അപ്പോൾ രാവിലെ പോയി ഉച്ചയ്ക്ക് വരാമെന്നുള്ള ധൃതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു സമയക്കുറവിൻ്റെ ഒരു സെലക്ഷൻ കുറവ് എൻ്റെ ബിസിനസ്സിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നല്ല ഗ്രോത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല നല്ല ഫോട്ടോസ് ആയിരിക്കണം ഓൺലൈനിൽ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നത് നമ്മളെ ശിഖേച്ചിൻ്റെ വീട്ടിൽ പോയിട്ടാണ്. അപ്പോൾ അവിടുന്ന് ശിഖേച്ചിൻ്റെ ഐഫോൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫോണിൽ വെച്ചിട്ടാണ് എല്ലാ ഫോട്ടോസും വീഡിയോസും ശിഖേച്ചിയും കുത്തിയിരുന്നിട്ട് എനിക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമ്മളെടുത്ത നല്ല നല്ല ഫോട്ടോസൊക്കെ പെട്ടെന്ന് സെയിലായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ പരമാവധി നമ്മൾ ടോപ്പുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇട്ടിട്ട് വീഡിയോ ഇട്ടാൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ പലരും എനിക്ക് സജസ്റ്റ് ചെയ്തു തന്ന കാര്യങ്ങളാണ് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഞാനിപ്പോഴും നിങ്ങളായിട്ടും ഷെയർ ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ആ ലുക്കിൽ മനസ്സിലാവുമല്ലോ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളുണ്ടെന്ന്. പിന്നെ നമ്മൾ പരമാവധി എല്ലാം നല്ല വൃത്തിക്ക്, ഞാൻ ആദ്യമൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ട്രെൻഡിങ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അല്ലാത്തതുമായിട്ടുള്ള സോങ്സ് വെച്ചിട്ടായിരുന്നു ഞാൻ ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു സമയത്ത്. അപ്പം അത് വല്ലാതൊരു റീച്ചിലേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, ഇതിപ്പോൾ നമ്മളൊരു ടോപ്പും പാൻറ്റും ഷോളുള്ള സാധനമാണെങ്കിൽ ഷോളിന് ലെങ്ത് ഉണ്ടോ, ഡിസൈൻ ഏതാ, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നൊരു സംഭവം, ചിലർക്ക് പക്ഷെങ്കിൽ അതൊന്നും കണ്ട ആവശ്യം വരില്ല, അങ്ങനെയുണ്ട്. അതായത് ജസ്റ്റ് ഞാനൊക്കെ ആ സമയത്ത് സൂമി ആയിട്ടുള്ള വീഡിയോസാണ് എടുത്തത്. അതായത് കഴുത്തിൽ എത്ര പ്രിൻറ്റുകളുണ്ട്, കയ്യിൽ എത്ര പ്രിൻ്റ് ഉണ്ട്, ടോപ്പിൽ എത്ര പ്രിൻ്റ് ഉണ്ട്, അങ്ങനെ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോസ് എടുത്തത്. പക്ഷേ ചിലർക്ക് അതൊക്കെ കണ്ടവരുണ്ടാകും. എന്നാൽ ഇതൊന്നും കണ്ടാൽ നമുക്ക് ജസ്റ്റ് ടോപ്പിൻ്റെ ഈ ഒരു ലെങ്ത്ത്, അതുപോലെ ഷോളിൻ്റെ ആ ഒരു ലെങ്ത്ത്, അതൊക്കെ എത്രയുണ്ട് എന്ന് കാണാൻ മാത്രമേ ചിലർക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഇട്ടിട്ടും വീഡിയോ എടുത്ത് തുടങ്ങി. അതുപോലെ തന്നെ പിന്നെ ഇത് ഇങ്ങനെ മൊത്തത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസും എടുത്തു തുടങ്ങി കേട്ടോ. പിന്നെ നമുക്കൊരിക്കലും ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിച്ചത് നമുക്ക് സ്പോട്ട് ഡബ്ബിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ മൈക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ഈ ബിസിനസ്സിന് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മൈക്ക് അടിച്ചു പോയി, വേറെ വഴിയില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് കേട്ടോ. പിന്നെ നമുക്ക് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ആ പേജിൽ തന്നെ വീഡിയോ ഇട്ട് തുടങ്ങിയ സമയത്തായിരുന്നു എല്ലാവരും പറഞ്ഞത് ഈ ബിസിനസ്സിനായിട്ട് വേറൊരു പേജ് തുടങ്ങണമെന്ന്. അപ്പോഴാണ് ഞാൻ നമ്മളെ ബ്ലൂ റോസ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളെ പേജുകളാരും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യാം. ഇൻസ്റ്റാ ID ബ്ലൂ റോസ് കളക്ഷൻസ് ഉണ്ട്, നമ്മളെ ബിസിനസ് അക്കൗണ്ട്, പിന്നെ പൂജാനിധി എന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടിനും കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം വീഡിയോസ് ഇടാറുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഓൺലൈന് ആകുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മൾ അത്രയും സേഫായിട്ട് നമ്മളെ പ്രൊഡക്റ്റുകൾ ഓരോരുത്തരുടെ കയ്യിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്തത് ഇതുപോലത്തെ ബാഗുകളാണ് കേട്ടോ. ഇതുപോലത്തെ ബാഗുകളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു ചുരിദാർ മെറ്റീരിയൽ ഇതാണെന്ന് വിചാരിക്കും, ഇതൊരു ചുരിദാർ മെറ്റീരിയലാണ്. അപ്പം ഇതാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു 4-5 ഒക്കെ ഈ ഒരു ബാഗിൻ്റെ അകത്ത് നമുക്ക് കൊള്ളും കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്കാർട്ടിൽ വഴിയായിരുന്നു. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് ആയിട്ടുണ്ടായിരുന്നു. 100 എണ്ണമാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, അതിൽ കുറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. 100 എണ്ണം എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ 100 എണ്ണത്തിൻ്റെ ആ ഒരു ബണ്ടിലാണ് നമ്മൾ വാങ്ങേണ്ടത് ഹോൾസെയിൽ റേറ്റിൽ. അല്ലാണ്ട് ഒരു പീസായിട്ട് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്കൊന്നും ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം ഇതിനേക്കാളും ചെറിയതായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇതിലും ചെറുതായിരുന്നു ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ സാധാ ടോപ്പുകളൊക്കെ നമുക്ക് അയക്കാൻ ഇത്ര വലുതിൻ്റെ പോലും നമുക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ ഒരു സമയത്ത് യൂട്യൂബിൽ എനിക്ക് ഒരു ഷോർട്ട് വീഡിയോ കാണുമ്പം പേജ് കണ്ടിട്ടുണ്ടായിരുന്നു. പേജിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. അപ്പോൾ
ഫ്ലിപ്കാർട്ടും അല്ല, ആമസോൺ അല്ല, മീഷോ അല്ല, ജസ്റ്റ് ഒരു ചെന്നൈയിൽ ഇതുപോലത്തെ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു ടീമിൻ്റെ നമ്പർ എൻ്റെ കയ്യിൽ തടഞ്ഞു. അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഇതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറവാണ് സാധനം, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണിത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവരെ കയ്യിൽ നിന്ന് പിന്നെ ഓർഡർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല റേറ്റ് വ്യത്യാസത്തിൽ ഈ കവറുകൾ ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് കൊറിയറുകൾ കൊറിയർ അയക്കേണ്ട സ്ഥലങ്ങളുണ്ടാവുമല്ലോ, മെയിനായിട്ട് പോസ്റ്റ് ഓഫീസ്, DTDC, പ്രൊഫഷണൽ, ഷിപ്പ് റോക്കറ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് കൊറിയർ ഓഫീസുകൾ നമുക്കുണ്ട്. അപ്പോൾ ഞാൻ എന്നും അയക്കുന്നത് പോസ്റ്റ് വഴിയാണ്. പോസ്റ്റ് മാത്രമല്ല, DTDC അല്ലെങ്കിൽ പോസ്റ്റ്. എൻ്റെ നാട്ടിലൊക്കെ ഇപ്പം DTDC ആയാലും വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് തരാറുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് ഈ DTDCയിൽ വീട്ടിലേക്ക് കൊടുക്കാമല്ല. അതിനൊരു എക്സാമ്പിളാണ് നിങ്ങളുടെ നാട്ടിൽ. അവിടെ ഇപ്പം DTDC നമ്മൾ പോയിട്ട് എടുക്കണം, വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രശ്നമുള്ളവർക്ക് ഞാൻ പോസ്റ്റൽ വഴിയാണ് ഞാൻ അയക്കൽ. പോസ്റ്റ് പിന്നെ വീട്ടിൽ കൊണ്ടുത്തരും. പിന്നെ കുറച്ച് വലിയതൊക്കെ ആണെങ്കിൽ നമ്മൾ പോയിട്ട് എടുക്കേണ്ടി വരാറുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം അടുത്തായിരിക്കുമല്ലോ, പോയിട്ട് എടുക്കാൻ അടുത്തായിരിക്കും. അപ്പം കൂടുതലായും ഞാൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കാറുള്ളത്. പിന്നെ അയക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി നമുക്ക് റേറ്റ് കുറവും പോസ്റ്റ് ഓഫീസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ അവിടെ എനിക്ക് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതായത് കൂടുതൽ അയക്കുന്ന സമയത്ത് ഇത്രയൊന്നും അയക്കാനാവില്ല, ഒരു ദിവസം 1 2 കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ ആളുകളും ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കൊറിയർ അയക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കൊറിയർ ചാർജ് എന്ന് പറയുമ്പം ഇപ്പം എൻ്റെ ഈ ഒരു ചുരിദാറിൻ്റെ ഇങ്ങനത്തെ പീസ് എന്നൊക്കെ പറയുമ്പം 61.36 അങ്ങനെയാണ് ഉണ്ടാവില്ല. അതായത് 62 രൂപ റൗണ്ട് വെച്ച് ചിലർ അങ്ങനെ എടുക്കലുണ്ട്. അപ്പോൾ ഒരു പീസിന് അത്ര രൂപ കൊറിയർ ചാർജ് ആവലുണ്ട്. നമ്മളെ സാധാരണ ടോപ്പുകളിലാണെങ്കിൽ ഒരു 42 രൂപയാണ് ആവലുള്ളത് കേട്ടോ. അതേസമയം ഈ 60 രൂപേൻ്റെ സാധനം DTDC അയക്കുമ്പോൾ എനിക്ക് 80 രൂപ ഷിപ്പിംഗ് ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഷിപ്പിംഗ് നല്ലത് വേണ്ടത് ഞാൻ എന്തായാലും ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കലില്ല. ഷിപ്പിംഗ് ചാർജ് വേറെ തന്നെ ഞാൻ വാങ്ങിക്കാറാണ് പതിവ് കേട്ടോ. നമ്മളെ ലാഭത്തിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ബുക്കിലാണ് എഴുതി വെക്കലുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു ബുക്ക് നിങ്ങൾ മാറ്റി വെക്കുക കേട്ടോ. അതായത് കാരണം നമ്മൾ എടുക്കുന്ന മാത്രമേ നമുക്ക് ആ ലാഭവും മനസ്സിലാണല്ലോ. അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ സാധനങ്ങളത് ടോട്ടൽ എത്ര എമൗണ്ടായി എന്നുള്ളത്, പിന്നെ നമ്മൾ എത്ര മാർജിനാണ് ഇടുന്നത് എന്നുള്ളത്, അതുകൂടാണ്ട് ഷിപ്പിംഗ് എത്രയായിരിക്കും എന്നുള്ളത്, ഇതൊക്കെ നമ്മൾ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ മാത്രമേ കൊറിയർ അയച്ചതിന് ശേഷം ആ പൈസ നമ്മൾ എഴുതി വെക്കണം. അപ്പം നമുക്ക് നമ്മളെ ലാഭം എത്രയാണെന്നുള്ളത് മനസ്സിലാകും കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ അധികവും ചെയ്യലുള്ളത് മീൻസ് എൻ്റെ ഓർഡറുകൾ ഞാൻ എടുക്കലുള്ളത് ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പം അവിടേക്ക് പോകാനുള്ളൊരു കൽപ്പനയ്ക്ക് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. നമ്മളെ ഇൻസ്റ്റയിൽ ഇങ്ങനെ തപ്പിയാണ് എനിക്ക് ഹോൾസെയിലിൻ്റെ കടകൾ ഞാൻ കണ്ടുപിടിച്ചത്. അതും ഒരുപാട് ഫേക്ക് ഉണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതൊക്കെ ഞാനിങ്ങനെ എല്ലാവരും ഇതിലും ചിലതിലൊക്കെ നമുക്ക് വാട്സപ്പിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതുവഴി ഞാൻ ഗ്രൂപ്പ് കയറും. അപ്പം കുറച്ച് ദിവസത്തേക്ക് ഞാൻ നോക്കും ഇതിപ്പം നമുക്ക് ട്രസ്റ്റബിൾ ആണോ, ആളുകൾ വാങ്ങുന്നുണ്ടോ, മറ്റുള്ളവരുടെ റിപ്ലൈകളുണ്ടോ, അങ്ങനെ പലതരത്തിൽ നമുക്ക് അവരെ വിശ്വസിക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കുറേ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ എൻ്റെ അമ്മയെല്ലാം പറയും, നീ എന്തെന്നാ ഈ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല നോക്കിയത്, ബിസിനസ്സുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇങ്ങനെ തപ്പിക്കൊണ്ട് നിൽക്കും ഞാൻ. ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോയി പല ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്തിട്ട് അവരെ ട്രസ്റ്റബിൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഓർഡർ കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഈ മെറ്റീരിയലിലൊക്കെ ഞാനൊരു 10-15 ബൾക്ക് ഓർഡേഴ്സ് ഞാൻ ഒരാളെ അടുത്ത് തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേജിലുള്ള ഒരു ബെസ്റ്റ് സെല്ലിങ് ആയിട്ടാണ് ഇതുപോലത്തെ നമ്മളെ ബാട്ടിക് പ്രിൻ്റ് ചുരിദാർ മെറ്റീരിയലുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പം അധികവും ഞാൻ ചെയ്യുന്നത് ഇതാണ്. അപ്പം നമുക്ക് തിരുപ്പൂരുള്ളത്, അതുകൂടാതെ ഈ കണ്ണൂരല്ല ഈ ഗുജറാത്ത് പോലെ, പിന്നെ സൂറത്ത്, പിന്നെ ബാംഗ്ലൂരൊക്കെയുള്ള ഒരുപാട് ഹോൾസെയിലേഴ്സിനെ നമുക്കിപ്പം ഓൺലൈൻ വഴി തന്നെ കാണാൻ പറ്റും. പിന്നെ തുണീൻ്റെ കാര്യം, ആദ്യം നിങ്ങൾ കുറച്ച് എമൗണ്ട്, അപ്പം ചില സ്ഥലത്ത് നമ്മളിപ്പം ഈ ചുരിദാർ മെറ്റീരിയൽ ആയിക്കഴിഞ്ഞാലും 40 പീസ് എടുക്കണം, 50 പീസ് എടുക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ജസ്റ്റ് ആ ഒരു എമൗണ്ട് ഇട്ടിട്ട് മാത്രം എടുക്കാം. ആ എമൗണ്ട് പോയാലും പ്രശ്നമാണ്, അങ്ങനെയല്ല. ജസ്റ്റ് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ
കുറച്ച് മാത്രം ഫസ്റ്റ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ എറണാകുളത്തൊക്കെ ഒരുപാട് എന്താ പറയുക ഇതുപോലത്തെ കടകളുണ്ട്, മറ്റേ ഇതുപോലെ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പം അവർ ചിലത് നമുക്ക് ഈ വീഡിയോ കോൾ വഴി മസ്റ്റായിട്ടും വീഡിയോ കോൾ ചെയ്താൽ മാത്രമേ അവർ നമ്മളെ വിശ്വസിച്ചിട്ട് നമുക്ക് അയച്ചു തരുള്ളൂ. അപ്പോൾ ചില സ്ഥലത്ത് ഇതുപോലെ ഗ്രൂപ്പുകളുണ്ടാകും, അതിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോ കോൾ വഴി എടുക്കാം. ചിലർ നമുക്ക് ഫോട്ടോസ് ഒന്നും അയച്ചു തരില്ല കേട്ടോ, വീഡിയോ കോൾ വഴി മാത്രം എന്ന് പറയും. അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പം ഓരോരുത്തര ഈ മാനുഫാക്ചറിങ് യൂണിറ്റുകളെയും പോളിസീസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വില്ലിങ് ആണെങ്കിൽ മാത്രം അവരടുക്കാൻ നമുക്ക് സാധനങ്ങൾ എടുക്കാം. പിന്നെ അവരയച്ചു തരുന്നത് എനിക്കിപ്പം ചെന്നൈയിൽ നിന്ന് ഞാൻ ഈ കൊറിയറിൻ്റെ കവറൊക്കെ ഓർഡർ ചെയ്യുന്നത് പെട്ടെന്ന് 3 ദിവസത്തിനുള്ളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവരയക്കുന്നത് മാറ്റാന്ന് എന്തോ AKM അങ്ങനെ ഏതോ ഒരു കൊറിയർ സർവീസ് വഴിയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മളെ തലശ്ശേരിയിൽ അത് ഉള്ളത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. പിന്നെ വേറൊരു പ്രൊഡക്റ്റ് ഞാൻ നമ്മളെ ചുരിദാറല്ല ടോപ്പുകൾ ഞാൻ വാങ്ങിയത് ചെന്നൈയിലുള്ളൊരു സ്ഥലത്തു നിന്നാണ്. അപ്പം അവർക്ക് നമ്മളിവിടുത്തെ കൊറിയറിൻ്റെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, പോസ്റ്റിൽ അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അവർ ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ DTDC അയക്കുമ്പോൾ അവർക്ക് ഷിപ്പിംഗ് ചാർജ് വന്നു. അങ്ങനെ 500 സംതിങ് രൂപ ഞാൻ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങനെ പല ഇതുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മളിപ്പം ടോപ്പുകൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും അതൊരു ബണ്ടിൽ വൈസാണ് നമ്മൾ എടുക്കുന്നത്. അതായത് മീഡിയത്തിൻ്റെ ഒരു കെട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടൂല. മീഡിയം ടു XXL അല്ലെങ്കിൽ മീഡിയം ടു XXL അല്ലെങ്കിൽ സ്മോൾ ടു XXL അങ്ങനെ ഒരു ബണ്ടിൽ വൈസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ബണ്ടിൽ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം. അപ്പോൾ മിക്കവാറും എങ്ങനെയാണ് നമ്മൾ ഈ ക്ലോത്തിങ് ബ്രാൻഡ് ക്ലോത്തിങ്ങിൻ്റെ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ നമുക്ക് ഡെഡ് സ്റ്റോക്കുകൾ ഒരുപാട് പ്രതീക്ഷിക്കാം. അതായത് ബാക്കിയായിട്ട് വരുന്ന പീസുകൾ ഒരുപാടുണ്ടാവും. അപ്പം ഇപ്പോൾ ഈ ടോപ്പിൻ്റെ എക്സാമ്പിൾ എടുത്താൽ തന്നെ നമ്മൾ ഈ മീഡിയം ടു XXL എല്ലാം സെയിലായി പോകണമെന്നില്ല. പക്ഷേ അത്രയും നല്ല സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും പോകുക. അതല്ലെങ്കിൽ എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാകും. അപ്പോൾ ബാക്കി ആയി എന്ന് വിചാരിച്ചിട്ട് ഞാനൊക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അന്ന് 2024 വാങ്ങിച്ച് വെച്ച ആ സാധനങ്ങൾ ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് സെയിലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഡെഡ് സ്റ്റോക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിഷമിച്ചിരിക്കാനും പാടില്ല. പക്ഷേ നമ്മൾ പൈസ ഉള്ളോ എന്ന് വെക്കുമ്പോൾ നമ്മൾ എന്തായാലും വിഷമിക്കും കേട്ടോ. നമ്മൾ ഈ ഓൺലൈനിൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരും. അപ്പം ഞാൻ തന്നെ ഇപ്പം ജസ്റ്റ് ടോപ്പുകൾ മാത്രം സെയിൽ ചെയ്യാൻ, അതായത് കുർത്തി അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം സെയിൽ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മളെ സമൂഹത്തിൽ എത്രയോ മനുഷ്യന്മാരുണ്ടല്ലേ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കും, കുട്ടിയൊക്കെ പറ്റിയതുണ്ടോ എന്ന് ചോദിക്കും. കുട്ടിയിൽ തന്നെ ആൺകുട്ടിക്ക് പറ്റിയതുണ്ടോ, പെൺകുട്ടിക്ക് പറ്റിയതുണ്ടോ, അതുപോലെ 1 വയസ്സുള്ളവർക്കുണ്ടോ, 10 വയസ്സുള്ളവർക്കുണ്ടോ, അതുപോലെ ആണുങ്ങളതുണ്ടോ, ആണുങ്ങളെ ലുങ്കി ഉണ്ടോ, കൈലി ഉണ്ടോ, മാക്സി ഉണ്ടോ, പിന്നെ സാരി ഉണ്ടോ, ചുരിദാർ മെറ്റീരിയലുകളുണ്ടോ, അങ്ങനെ പല എൻക്വയറീസ് നമ്മൾ ഫീഡിങ് ടോപ്പുകളുണ്ടോ, ഇപ്പോഴത്തെ നമ്മളെ മാക്സി ഉണ്ടല്ലോ, നമ്മളെ നോർമൽ നൈറ്റി അല്ലാത്ത മാക്സികൾ, ഫ്രോക്ക് നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് വരും. അപ്പം ഈ ചോദിച്ച് വരുന്ന എല്ലാവരും ചിലപ്പം നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങണമെന്നില്ല. ആ ഒരു ഇത് നമ്മളെ മൈൻഡിൽ എപ്പോൾ ഉണ്ടായിരിക്കണം. ഇന്നിപ്പോൾ ഇവർ ചോദിക്കും നമ്മളത് കസ്റ്റമർ ഫ്രോക്ക് നൈറ്റി ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റിക്ക് ഡിമാൻഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഫ്രോക്ക് നൈറ്റി എടുക്കും. പക്ഷേ നാളെ നമ്മൾ ഫ്രോക്ക് നൈറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ പറയും അയ്യോ വേണ്ട കേട്ടാ. അപ്പം നമ്മളെന്തായി വണ്ടറായി. അപ്പോൾ ഇതുപോലെ പലതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ കുട്ടികളതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരും. പക്ഷേ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് സെയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുക കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ അതിനെന്താ പറയുക, അങ്ങനെ ഒരു മാറ്റം പലരും പറഞ്ഞിട്ട് ഞാൻ അതെടുത്തിട്ട് അതിൻ്റെ പേരിൽ ഞാൻ കുറേ ദുഃഖിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുട്ടികളതൊന്നും ചിലപ്പം നമുക്ക് അത്ര വേഗം പോകണമെന്നില്ല. കാരണം കടയിലെല്ലാം തന്നെ ഇപ്പം കുട്ടികളതൊക്കെ ചെറിയ റേറ്റിന് കിട്ടാനുള്ളത് കൊണ്ട് ഇങ്ങനെ ഓൺലൈനിൽ ഷിപ്പിംഗ് ചാർജും കൊടുത്തിട്ടൊന്നും അധികം ആരും അങ്ങനെ വാങ്ങുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നിന്ന് കുട്ടികളതൊക്കെ പോകാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കുറേ മാസങ്ങൾക്കൊക്കെ ശേഷമാണ് കുട്ടികളുടെ ഡ്രസ്സെല്ലാം ഒന്നുപോലെ എൻ്റെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ കസ്റ്റമൈസ് ചെയ്യുന്നതൊക്കെ പിന്നെ പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഓണത്തിന് വിഷുവിന് ഒക്കെ ഇടുന്ന നമ്മളെ കുപ്പായങ്ങൾ, പിന്നെ നമ്മൾ ത്രെഡിലൊക്കെ ചെയ്തെടുക്കുന്നത്, അതൊക്കെ പെട്ടെന്ന് പോകുന്നതാണ്. അല്ലാണ്ട് നമ്മളെടുക്കുന്ന ഹോൾസെയിൽ സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റ് തീരണം എന്നില്ല. അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നത് ഏതാണോ നമ്മൾ അതിൽ എന്തായാലും ഉറച്ചു നിൽക്കണം കേട്ടോ. പിന്നെ ഞാനൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ളവരൊക്കെ വീട്ടുകാരൊക്കെ സാധാരണ ഫാമിലി ഉള്ള എല്ലാവരാണ്. ചിലർക്ക് ഡെയിലി വേജസിന് കിട്ടുന്നതാണ്, മന്ത്ലി കിട്ടുന്നവരാണ്. അപ്പം
നമുക്ക് ട്രസ്റ്റബിളായിട്ടുള്ള, അതായത് നമ്മൾക്ക് എന്തായാലും തിരിച്ച് കിട്ടുമെന്ന് ഉറപ്പുള്ളവർക്ക് എന്ത് ചെയ്യുക, നമുക്ക് കടമായിട്ട് കൊടുക്കാം. പലരും എന്നോട് പറയലുണ്ട്, പിന്നെ കടമായിട്ട് കൊടുക്കല്ലേ പൂജ, കൊടുക്കല്ല തിരിച്ച് കിട്ടൂല, പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അങ്ങനെ. പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കടം നമ്മൾ തരുമ്പം അത് അങ്ങനെ വാങ്ങുന്നവരാണ് എങ്കിൽ ഒരു സമയം പറയുമ്പം അതിനുള്ളിൽ തിരിച്ച് തരാൻ ശ്രമിക്കണം. കാരണം നമുക്ക് പിന്നെ ഈ പൈസ ഇട്ടിട്ട് വേണം പുതിയത് ഇനി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. എല്ലാവരും പറയുന്നത് കടം കൊടുക്കരുത് എന്നാണ്. പക്ഷെ ഇപ്പം ഞാനൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കൊക്കെ ഒരുപാട് ഈ കെട്ടുകാരന്മാർ വരും. നമ്മളങ്ങനെ പറയല്, ഈ ബാഗിൽ കുറേ തുണിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ പിന്നെ പൈസ കൊടുക്കുന്നത്, പിന്നെ അവരെപ്പോഴാണ് വരുന്നത് അന്നേരം കുറച്ച് പൈസ കൊടുക്കുന്നത് അങ്ങനെ. അപ്പം അങ്ങനെ ഞാൻ ചെയ്യലുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് തുണികൾ പോയിട്ടുമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഒരുപാട് അയൽക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും, എന്നിട്ട് അവർക്ക് എപ്പോഴാണോ പൈസ കിട്ടുന്നത് അപ്പം എനിക്ക് തിരിച്ചു തരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മളിത് എന്തായാലും മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയാസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. അതായത് യൂട്യൂബ് ഇടാം, യൂട്യൂബ് ഷോർട്സിലിടാം, ലെങ്തി വീഡിയോസ് ഇടാം, പോസ്റ്റുകൾ ഇടാം, അതുപോലെ ഇൻസ്റ്റയിൽ തന്നെ ആയിക്കോട്ടെ, ഇൻസ്റ്റയിൽ നമുക്ക് സ്റ്റോറി ഇടാം, പോസ്റ്റുകൾ ഇടാം, റീൽസ് ഇടാം. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് ഉണ്ട്, ഫേസ്ബുക്കിൽ വീഡിയോസ്, ഫോട്ടോസ്, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ മീഷോ വഴി, ആമസോൺ വഴിയൊക്കെ പലരും സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് നമ്മൾ പൈസ ഇടണം തോന്നും. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മളെപ്പോഴും നമ്മളിഷ്ടത്തിനുള്ള സാധനങ്ങൾ എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാകും. പക്ഷേ നമ്മൾ അറിയേണ്ടത് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡാണ്. അവർക്ക് എങ്ങനത്തത് വേണം, അവരെങ്ങനത്തതാണ് എടുക്കുക. അങ്ങനെ നമ്മൾ സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സെയിൽ പെട്ടെന്ന് നടക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റത്തിൽ പെട്ടതാണ് നമ്മൾ ഈ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഒരു ഏച്ചി വേണമെന്ന് പറഞ്ഞിട്ട് ബാക്കി വെച്ചതാണ് ഞാനിത്. ഓക്കെ, അതാണ് ഇങ്ങനത്തെ ഈ ചുരിദാർ മെറ്റീരിയൽ എന്ന് പറഞ്ഞത്. ഇതിപ്പം കണ്ട നല്ല മഞ്ഞ കളറുള്ള പാൻറ്റ് കാണുന്നുണ്ടോ എന്നറിയില്ല. കണ്ട മഞ്ഞ പാൻറ്റ്, ടോപ്പ്, ഷോളൊക്കെയായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊരു ഏച്ചി ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് ഇത്. അപ്പോൾ ഈ സംഭവമൊക്കെ എനിക്ക് ഒരുപാട് സെയിലായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ഇഷ്ടം അനുസരിച്ചിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വരുന്ന നല്ല നല്ല മോഡലുകൾ നമ്മൾ എടുക്കണം. പക്ഷേ അഫോർഡബിൾ റേറ്റിന് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ മോഡൽ നല്ലതൊന്നും അധികം എടുക്കാൻ പറ്റില്ല. കാരണം വില കുറച്ച് വിൽക്കുന്ന നല്ല മീൻസ് മാനുഫാക്ചറിങ് ഒക്കെ സ്വന്തമായിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും. പക്ഷേ ഹോൾസെയിലാകുമ്പം അവർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട്, പിന്നെ അതിന് അവരിട്ടുന്ന പൈസ, പിന്നെ നമുക്കുള്ള കൊറിയർ ചാർജ്, അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം എമൗണ്ടോ. അപ്പോൾ ആ ഒരു പൈസക്ക് മാത്രമേ നമുക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൻ്റെ നടുക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം അധികവും ഞാൻ ഓൺലൈൻ ഷോപ്പുകൾ നോക്കിയിട്ട് അങ്ങനെയാണ് ഹോൾസെയിൽ എടുക്കാറുള്ളത്. ഞാൻ പോയിട്ട് അധികം അങ്ങനെ എടുക്കാറില്ല. കാരണം നമ്മളിപ്പോൾ പോയിട്ട് നമ്മളെ ബസ്സിൻ്റെ പൈസ, നമ്മളെ ഫുഡിൻ്റെ പൈസ, ആ സെയിം എമൗണ്ട് തന്നെയാണ് നോക്കുമ്പം നമ്മളിപ്പോൾ ഈ എടുക്കുന്ന മീൻസ് ഈ കൊറിയർ വരുന്ന ഗുജറാത്തിൽ നിന്നൊക്കെ വരുന്നതിൻ്റെ ആ ഒരു കൊറിയർ പൈസയും ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതുപോലെ ഓൺലൈൻ ത്രൂ തന്നെ എടുക്കുന്നത്. പക്ഷെ അത് നമ്മൾ അത്രയും ട്രസ്റ്റബിൾ ആയിരിക്കണമെന്ന് നമുക്ക് വിശ്വാസം വരണം കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കലുണ്ട് ഏതാ നല്ല പേജ് എന്ന്. അത് പക്ഷേ പറയാൻ പറ്റാം. നമ്മളെ ഈ QBG എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട് ഫേസ്ബുക്കിൽ. ഈ പെണ്ണുങ്ങൾ മാത്രം ഇങ്ങനെ സാധനങ്ങൾ വിൽക്കുന്ന, അവർക്ക് വേണമെങ്കിൽ സാധനം വാങ്ങുന്നവർക്കും അതിൽ ജോയിൻ ചെയ്യാം, അതിൽ സെയിൽ ചെയ്യുന്നവർക്കും അതിൽ നിൽക്കാം കേട്ടോ. അപ്പം ഞാൻ അതിൽ ഉണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. എനിക്ക് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, എടുക്കണം എന്തായാലും ഒരു ദിവസം. അപ്പോൾ അതിൽ ആ മാം പറയുന്നൊരു കാര്യമുണ്ട്. പലരും ചോദിക്കും എവിടെ നിന്നാണ്, അതായത് നമ്മളെ വെൻഡർ ആരാന്നുള്ളത്. പക്ഷെ നമുക്കത് റിവീൽ ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ബിസിനസ് എത്തിക്സിന് എതിരാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാര്യം ഷെയർ ചെയ്തത്. കാരണം ആദ്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ തപ്പിയായിരിക്കും ഒരാളെ കണ്ടെത്തുന്നത്, അത്രയും ട്രസ്റ്റബിളായിട്ടുള്ള നല്ല സാധനങ്ങൾ കിട്ടുന്നത് കേട്ടോ. പിന്നെ അല്ലാണ്ട് സാധാരണ നമ്മളെ മെറ്റീരിയലുകളുണ്ടല്ലോ, അതായത് ഈ മാക്സി തുണി അങ്ങനത്തത്, അതൊക്കെ എവിടെ നിന്നൊക്കെയോ എടുക്കാന്നുള്ള വീഡിയോസൊക്കെ ആരൊക്കെയോ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിനെപ്പറ്റിയിട്ട് എനിക്ക് അധികം അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞാൻ അതോടെ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. പിന്നെന്താ, അപ്പം ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് ബിസിനസ്സിൻ്റെ വാട്സപ്പ് ബിസിനസ്സാണ്, അപ്പോൾ അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. പിന്നെന്താ, അപ്പോൾ നമ്മളെ കയ്യിലിപ്പം ചുരിദാർ മെറ്റീരിയലുകൾ ഏതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള കളക്ഷൻസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.